ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിനായി ഞാനൊരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് വരിഞ്ഞു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പിട്ട് പുഴുങ്ങിയ മുട്ടയാണ്, അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഈ മുട്ടയിട്ട് വറുത്തെടുക്കാം. അത് കഴിഞ്ഞ് ആ എണ്ണയിൽ തന്നെ 1 സ്പൂൺ ജീരകവും 1 സ്പൂൺ കടുകും ഇട്ട് നമുക്കതൊന്ന് പൊട്ടിക്കാം. അത് പൊട്ടുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. സവാളയും ഒരു കുറച്ച് ഇഞ്ചിയും ഒരു 2-3 കഷ്ണം വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് 3ഉം കൂടി ആ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ 2 തക്കാളി എടുത്ത് നമുക്കത് പ്യൂരിയാക്കി വെക്കണം. അതിന് വേണ്ടി മിക്സിയിലിട്ട് അരച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനാവശ്യമായ കറിവേപ്പിലയും കൂടി ചേർത്ത് എടുക്കാം. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഉള്ളി വഴറ്റിയപ്പോൾ ഞാൻ അതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഈ വഴണ്ടു വന്ന ഉള്ളിയെ നമുക്ക് 2 പാർട്ടായിട്ട് തിരിക്കാം. അതിൽ കുറച്ച് ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയിലേക്ക് നമുക്ക് ഈ തക്കാളി പ്യൂരി ഒഴിച്ചു കൊടുക്കാം. അതും ആ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കത് വീണ്ടും വഴറ്റിയെടുക്കാം. മറ്റേ ഉള്ളി നമുക്ക് അരച്ചതിന് ചേർക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ കറിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റും തിക്നെസ്സും ഒക്കെ കിട്ടുവാൻ വേണ്ടിയാണ് അങ്ങനെ മാറ്റി വെച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് ഞാൻ ഇതിൻ്റെ നടുക്ക് തന്നെ കുറച്ച് സ്ഥലം എടുത്ത് അതിനകത്താണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരു ചീനിച്ചട്ടി എടുത്ത് അതിലേക്കും ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാല, ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ആവശ്യമായ ഉപ്പ് നേരത്തെ ചേർത്തത് കൊണ്ട് ഇപ്പോൾ ചേർക്കണ്ട. പിന്നെ വേണമെങ്കിൽ നമുക്ക് കറിക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ഞാനൊന്ന് ആ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ പൊടിയെല്ലാം നല്ല മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 മുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് ഇത് മുഴുവനായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിനകത്തേക്ക് ഇപ്പോൾ നമ്മൾ ഇതിന് ടേസ്റ്റിന് ഉപ്പും മുളകും എരിവും എല്ലാം ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക. ഈ മുട്ടയും അരപ്പും കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ഫ്ലെയിം ഓഫാക്കി അടച്ചു വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട റോസ്റ്റ് റെഡിയായി. പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.